ഡിയർ സ്റ്റുഡൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സർവീസസിൻ്റെ മാർക്കറ്റിംഗ് ആണ്, അതായത് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. അപ്പോൾ അതിൽ എന്താണ് സർവീസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഒപ്പം തന്നെ സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഇനി ഗുഡ്സും സർവീസസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനേഷനും നേച്ചറും. ആദ്യം നമ്മൾ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് സർവീസ് മാർക്കറ്റിംഗ് എന്താണെന്നും അതിനുശേഷം അതിൻ്റെ നേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി കൊമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് അവിടെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് സർവീസ് ആണ്. അപ്പോൾ എന്താണ് സർവീസ്, അതിൻ്റെ ഡെഫിനേഷനും മീനിങ്ങും നോക്കാം. ദ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ സർവീസസ് ആസ് ആക്ടിവിറ്റീസ്, ബെനിഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻസ് ദാറ്റ് ആർ ഓഫേർഡ് ഫോർ സെയിൽ ഓർ പ്രൊവൈഡഡ് വിത്ത് എ സെയിൽ ഓഫ് ഗുഡ്സ് ടു ദ കസ്റ്റമർ, ദാറ്റ് ഈസ് പ്രീ സെയിൽ ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ്. ഇവിടെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ സർവീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് മേ ബി എയ്തർ ആൻ ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ്, ബെനിഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ആർ ഓഫേർഡ് ഫോർ സെയിൽ. ഇപ്പോൾ സർവീസ്, നമ്മൾ ഗുഡ്സ് കൊടുക്കുന്നതിന് പുറമേ തന്നെ ചില സർവീസുകളും കമ്പനികൾ ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ അത് ഗുഡ്സിനൊപ്പമാകാം, അല്ലെങ്കിൽ അത് സർവീസ് മാത്രമായിരിക്കാം. അപ്പോൾ നോക്കുക, അത് സർവീസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ടി ചെയ്തു തരിക, അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദാറ്റ് ആർ ഓഫേർഡ് ഫോർ സെയിൽ, അത് സർവീസും നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. സർവീസിന് നമ്മൾ പകരമായിട്ട് ഫീസ് കൊടുക്കേണ്ടതാണ് അല്ലേ. ഓർ പ്രൊവൈഡഡ് വിത്ത് സെയിൽ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ചില ഗുഡ്സുകൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സർവീസുകൾ, അതിൻ്റെ പ്രീ സെയിൽ ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്, അതിൻ്റെ വിൽപ്പനയ്ക്ക് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതുമായിട്ടുള്ള സർവീസുകളും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗുഡ്സിൻ്റെ ഒപ്പം സർവീസുകളും നൽകുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിന് നൽകുന്ന അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ സർവീസ് എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ. ഇനി നമുക്ക് സർവീസ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ്, അതൊരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതല്ല, അതുകൊണ്ടാണ് അതിനെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ, അതിനെ അനുഭവവേദ്യമാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ബെനിഫിറ്റ് ടു ദി കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റാണത്. ആൻഡ് ഇൻവോൾവ്സ് എ ഹ്യൂമൻ ഓർ മെക്കാനിക്കൽ എഫേർട്ട്, ഒന്നെങ്കിൽ അത് മനുഷ്യൻ നേരിട്ടായിരിക്കും നമുക്ക് ആ ഒരു സർവീസ് നൽകുക, അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കൽ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമുക്ക് ആ സർവീസ് ലഭിക്കുക. എക്സാമ്പിൾസ് ഓഫ് സർവീസ് ഇൻക്ലൂഡ്, സർവീസിന് എക്സാമ്പിൾ എ പ്ലംബർ മെൻഡിങ് എ ബ്രോക്കൺ പൈപ്പ്, ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു പൈപ്പ് ഒരു പ്ലംബർ മെൻഡ് ചെയ്യുന്നു, അത് ശരിയാക്കുന്നു. ആൻ അക്കൗണ്ടൻറ്റ് ഓഡിറ്റിംഗ് കമ്പനി അക്കൗണ്ട്സ്, ഒരു അക്കൗണ്ടൻറ്റ് കമ്പനി അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നു അല്ലേ. ആൻ അക്കൗണ്ടൻറ്റ് വർക്ക്സ് ആസ് ആൻ ഓഡിറ്റർ ഇൻ എ കമ്പനി. ഇനി എ ഡോക്ടർ വിസിറ്റിംഗ് എ സിക്ക് പേഷ്യൻറ്റ്, ഒരു സിക്കായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ഡോക്ടർ വിസിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സേവനം നൽകുന്നു. എ ടാക്സി ജേർണി, നമ്മളൊരു ടാക്സി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതും ഒരു സർവീസാണ്. ഹെയർ കട്ടിങ് സലൂണിൽ പോയി നമ്മൾ ഹെയർ കട്ട് ചെയ്താൽ അത് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സർവീസാണ്. അപ്പോൾ സർവീസിനുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ കണ്ടത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ് ആണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് സർവീസസ് ആണ്. ഒന്നാമത്തത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇൻടാഞ്ചിബിലിറ്റി ആണ്. സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ഫിസിക്കൽ ഗുഡ് പോലെ നമുക്ക് അതിനെ ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഹെൻസ് വൺ കനോട്ട് ടേസ്റ്റ്, ടച്ച്, സീ, ഹിയർ, സ്മെല്ല് ഓർ യൂസ് ദം ലൈക്ക് ഫിസിക്കൽ പ്രൊഡക്ട്സ്. ഒരു ഫിസിക്കൽ പ്രൊഡക്ട്സ് പോലെ നമുക്കതിനെ ടച്ച് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ കാണുവാനോ അല്ലെങ്കിൽ അതിനെ കേൾക്കുവാനോ സ്മെൽ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഡോക്ടർ ഓഫേഴ്സ് സർവീസസ്, ഒരു ഡോക്ടർ നൽകുന്ന അദ്ദേഹത്തിൻ്റെ സർവീസ്, നമ്മൾ പരിശോധിച്ച് അയാൾ നൽകുന്ന കൺസൾട്ടൻസി സർവീസ് അല്ലേ, അത് എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ദർ ഇസ് നോ ടാഞ്ചിബിൾ ഗുഡ് ദാറ്റ് ഹി പ്രൊഡ്യൂസസ് ഓർ ഓഫേഴ്സ്, നമുക്ക് നൽകുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ടാവില്ല. അദ്ദേഹം നൽകുന്ന മരുന്നുകൾ ഒഴിവാക്കി നിർത്തിയാൽ അയാൾ നമ്മുടെ രോഗം കണ്ടെത്തുന്നതും അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള അറിവ്, ആ ഒരു സേവനമാണ് ഇവിടെ ഉദ്ദേശിക്കുക. ഹി യൂസസ് നോളേജ് വിച്ച് ഈസ് ഇൻടാഞ്ചിബിൾ, അദ്ദേഹത്തിൻ്റെ അറിവാണ് അവിടെ പകരുന്നത്, അദ്ദേഹത്തിൻ്റെ അറിവിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ ആ ഡോക്ടർ നൽകുന്ന സേവനം അതൊരു ഇൻടാഞ്ചിബിൾ സർവീസാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു ഫീച്ചർ ലാക്ക് ഓഫ് ഓണർഷിപ്പാണ്. ഒരു സർവീസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഓണർഷിപ്പ് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റേത് പോലെ നോക്കുക,
വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ദ ബയർ ബിക്കംസ് ഇറ്റ്സ് ഓണർ. നമ്മളൊരു ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗുഡ് നമ്മുടെ സ്വന്തമാകുന്നു അല്ലേ. ബട്ട് സർവീസസ് ആർ നോട്ട് ഫിസിക്കൽ നേച്ചർ. പക്ഷെ നമുക്ക് ലഭിക്കുന്ന ആ സർവീസ് എന്ന് പറയുന്നത് അത് ഫിസിക്കലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പോലെയല്ല. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് സർവീസസ്. നമുക്ക് ആ സർവീസ് നമുക്ക് ഉപയോഗിക്കാം വിതൗട്ട് എനി റൈറ്റ് ടു ഓണർഷിപ്പ്. ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഓണർഷിപ്പ് നമുക്ക് ഉണ്ടാവുകയില്ല. നമുക്ക് എന്താണെന്ന്, ഫോർ എക്സാമ്പിൾ എ മെഡിക്കൽ സർവീസസ് അറ്റ് എ ഹോസ്പിറ്റൽ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ചാർജ്. നമുക്ക് ഫീസ് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലെ ആ സർവീസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിതൗട്ട് എനി ക്ലെയിം ഓൺ ദി ഓണർഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ബെഡ്. അവർ നമുക്ക് ഉപയോഗിക്കാൻ തരുന്ന ഹോസ്പിറ്റൽ ബെഡ് അത് നമുക്ക് ഓണർഷിപ്പ്, അതിന്മേൽ ഓണർഷിപ്പ് ഇല്ല അല്ലേ. അവർ നൽകുന്ന ആ സർവീസ് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ള ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഓണർഷിപ്പുകളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. ദസ് ഓണർഷിപ്പ് ഓഫ് സർവീസ് റിമെയിൻസ് വിത്ത് ദി പ്രൊവൈഡർ. അതായത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിലെ ഫിസിക്കലായിട്ടുള്ള ആ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ അവിടുത്തെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒരാൾ സർവീസ് ലഭിക്കുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അയാൾക്ക് പറ്റും. പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ലാക്ക് ഓഫ് ഓണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മളൊരു KSRTC ബസ്സിൽ കയറി അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചു, ആ ഒരു സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ, പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് മുഴുവനായിട്ടും നമുക്ക് ലഭിക്കുന്നില്ല. അതിലെ സേവനങ്ങൾ മാത്രമാണ് ലഭിക്കുക. അതാണ് ലാക്ക് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുക. നമുക്കൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഓണർഷിപ്പ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നും നമുക്കിവിടെ സർവീസിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ലാക്ക് ഓഫ് ഓണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഇൻസെപ്പറബിലിറ്റി. എന്താണ് ഇൻസെപ്പറബിലിറ്റി എന്ന് നോക്കുക. സർവീസ് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദി പേഴ്സൺ ഓർ ഫെയിം പ്രൊവൈഡിങ് ഇറ്റ്. നമുക്ക് സർവീസ് നൽകുന്ന ആരാണോ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫെയിം അല്ലേ, അവരിൽ നിന്ന് സർവീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഇൻസെപ്പറബിൾ ആണ്. സർവീസും സർവീസ് പ്രൊവൈഡറും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഇൻസെപ്പറബിലിറ്റി എന്ന് ഉദ്ദേശിക്കുക. എന്താണ് അതുകൊണ്ട് എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാം. പിന്നെ ലോയർ പ്ലീഡ്സ് ഫോർ ഹിസ് ക്ലയൻറ്റ് ഇൻ എ കോർട്ട്. ഒരു വക്കീൽ അദ്ദേഹം അയാളുടെ ക്ലയൻറ്റിന് വേണ്ടി, വാദത്തിന് വേണ്ടി കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നു അല്ലേ. ഹി ഹാസ് ടു ബി ഫിസിക്കലി പ്രസൻറ്റ് ദെയർ. അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. വാദം നടത്തേണ്ടതിന് വേണ്ടി അയാളുടെ പ്രസൻസ് അവിടെ ആവശ്യമാണല്ലേ. ഇപ്പോൾ കോവിഡൊക്കെ വന്നതോടുകൂടി ചിലപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും ഒരു പക്ഷേ വാദങ്ങൾ നടന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും അയാളുടെ പ്രസൻസ് അവിടെ ആവശ്യമാണെന്നുള്ളതാണ്. അയാളുടെ പ്രസൻസ് ഇല്ലാതെ അയാളുടെ സേവനം നമുക്ക് ലഭിക്കുകയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. പിന്നെ സിംഗർ എൻ്റർടൈൻസ് ആൻ ഓഡിയൻസ്. ഒരു ഓഡിയൻസിനെ ഒരു സിംഗർ എൻ്റർടൈൻ ചെയ്യുമ്പോൾ ഹി ഹാസ് ടു പെർഫോം ഇറ്റ് ഹിംസെൽഫ്. അദ്ദേഹം ആ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അത് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും അല്ലേ. ദ സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദി സെയിം ടൈം. ഇപ്പോൾ സർവീസ് എപ്പോഴാണോ നൽകപ്പെടുന്നത് അതേ സമയത്ത് തന്നെ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നു അല്ലേ. നമുക്ക് എപ്പോഴാണോ സർവീസ് ലഭിക്കുക ആ സർവീസ് ലഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സർവീസ് ഉപയോഗിക്കുകയാണ്. ഒരു പാട്ട് പാടുന്ന ഒരു ഗാനമേളയ്ക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ അവർ നൽകുന്ന ആ ഒരു സർവീസ് നമ്മൾ ആ സമയത്ത് തന്നെ അത് കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇനി പെരീഷബിലിറ്റിയാണ് നാലാമത്തെ പോയിന്റ്. സർവീസസ് കനോട്ട് ബി സ്റ്റോർഡ് ഓർ കെപ്റ്റ് ഇൻ എ വെയർഹൗസ്. നമുക്കൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് പോലെ സർവീസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനോ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനൊന്നും പറ്റില്ല. empty seats on an air flight on Monday cannot be stored and sold to passengers on Tuesday. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു വിമാനത്തിലെ തിങ്കളാഴ്ചത്തെ അല്ലെ മൺഡേയിൽ empty ആയിട്ടുള്ള സീറ്റ്, വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ആൻഡ് സോൾഡ് ടു പാസഞ്ചേഴ്സ് ഓൺ ട്യൂസ്ഡേ. അത് empty ആയിട്ടുണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് ആ ദിവസങ്ങളിൽ നഷ്ടം തന്നെയാണല്ലേ. ഒരിക്കലും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ സീറ്റുകൾ പിന്നീട് അടുത്ത ദിവസത്തെ ട്യൂസ്ഡേയിൽ സീറ്റുകളാക്കി മാറ്റാൻ പറ്റില്ല അല്ലേ. ആൻഡ് അൺഒക്യുപ്പൈഡ് ഹോസ്പിറ്റൽ ബെഡ് ഓർ അൺയൂട്ടിലൈസ്ഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആർ വേസ്റ്റ്. ശരിക്കും ഒരു ഹോസ്പിറ്റൽ ബെഡ് അൺഒക്യുപ്പൈഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിലും മറ്റോ ഏതെങ്കിലും ക്രെഡിറ്റ് ഫെസിലിറ്റിയോ മറ്റോ ഉപയോഗിക്കാൻ ഒരു ദിവസം അവർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് ശരിക്കും വേസ്റ്റ് തന്നെയാണ്. അത് ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെച്ച് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ദസ് ഇഫ് സർവീസസ് ആർ നോട്ട് യൂസ്ഡ് ദേ ആർ ലോസ്റ്റ് ഫോർ എവർ. അതായത് സർവീസ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത സർവീസ് ആ ദിവസങ്ങൾ കഴിഞ്ഞു പിന്നീട് അടുത്ത ദിവസങ്ങൾ കൊടുക്കുന്ന വേറെ സർവീസ് ആയിരിക്കും അല്ലേ. നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന സർവീസ് എന്ന് പറയുന്നത് ശരിക്കും, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത സർവീസ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചോളം ഒരു ലോസ് തന്നെയാണ്. ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ലോസാണ്. അതാണ് പെരീഷബിലിറ്റി എന്ന് പറയുന്നത്. സർവീസ് അത് പെരീഷബിൾ ആണ്, നശിച്ചു പോകുന്നതാണ്. അതൊരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് മറ്റു ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്ത പോയിന്റ് നോക്കാം, വേരിയബിലിറ്റിയാണ്. ദ ക്വാളിറ്റി ഓഫ് സർവീസ് മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്, വേർ, വെൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ്. അതായത് നമുക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് അത് നൽകുന്ന ആൾ ആരാണ്, എവിടെ വെച്ചാണ് നൽകപ്പെടുന്നത്, എപ്പോഴാണ് നൽകപ്പെടുന്നത്, ഹൗ ഇറ്റ് ഈസ് പ്രൊവൈഡഡ്, ഏത് രീതിയിലൂടെയാണ് നൽകുന്നത് എന്നതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ഈ സർവീസിൻ്റെ ക്വാളിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. ഫോർ ഇൻസ്റ്റൻസ് ദ ക്വാളിറ്റി ഓഫ് ദി ഫുഡ് സെർവ്ഡ് ബൈ റെസ്റ്റോറൻറ്റ്
ഓഫൺ വേരീസ്. ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പല ദിവസങ്ങളിലും വ്യത്യസ്തമായേക്കാം അല്ലേ. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ, ആ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളനുസരിച്ച് നമ്മൾ കഴിക്കുന്ന സമയമനുസരിച്ച് തിരക്ക് കുറഞ്ഞ സമയമാണോ തിരക്ക് കൂടിയ സമയമാണോ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. അടുത്തത് സൈമൾട്ടേനിറ്റി അല്ലെങ്കിൽ സിമൾട്ടേനിറ്റി ആണല്ലേ. നമുക്ക് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ഇൻവോൾവ്സ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പ്രൊവൈഡർ ആൻഡ് ദി കസ്റ്റമർ. ഇപ്പോൾ കസ്റ്റമറും ആ സർവീസ് നൽകുന്ന സർവീസ് പ്രൊവൈഡറും അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്, അതിലൂടെയാണ് സർവീസ് ലഭ്യമാകുക. പ്രൊവൈഡേഴ്സ് ബ്രിങ് ദ കസ്റ്റമേഴ്സ് ടു ദി പോയിന്റ് ഓഫ് ഡെലിവറി ഓഫ് സർവീസ് ഓർ ദേ ദംസെൽസ് ഗോ ടു ദി യൂസർ ഫോർ ഡെലിവറി ഓഫ് സർവീസ്. അതായത് സർവീസ് പ്രൊവൈഡറും കസ്റ്റമേഴ്സും ഒരു സ്ഥലത്ത് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. കസ്റ്റമേഴ്സിന് ഒന്നുകിൽ സർവീസ് പ്രൊവൈഡർ അടുത്ത് പോയിട്ട് സർവീസ് ലഭ്യമാക്കാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ കസ്റ്റമർ എവിടെയാണോ അങ്ങോട്ട് പോയി അവരുടെ സർവീസ് നൽകുന്നു അല്ലേ. പോലെ രണ്ടുപേരും ഉണ്ടായിരിക്കേണ്ടതാണ്, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേപോലെ രണ്ടുപേരുടെയും സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുക. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധാരണയുള്ള ഫിസിക്കൽ പ്രൊഡക്റ്റും സർവീസും തമ്മിലുള്ള ഡിഫറൻസുകൾ ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി കാണും. നമുക്കതിൽ നിന്ന് കുറച്ച് പോയിന്റുകൾ നോക്കാം. എ ഗുഡ് ഈസ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഗുഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വസ്തുവാകാം, ഡിവൈസ് ആകാം, തിങ് ആവാം അല്ലേ. ബട്ട് സർവീസ് ഇസ് എ ഡീഡ്, എ പെർഫോമൻസ് ആൻഡ് എഫോർട്ട്. സർവീസ് എന്ന് പറയുന്നത് ഒരാളുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡീഡായിരിക്കാം, ഒരു കരാർ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അയാൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു പ്രയത്നമായിരിക്കാം അല്ലേ. അതെല്ലാം സർവീസ് ആകാം. ഇനി എ ഗുഡ് ഓർ പ്രൊഡക്റ്റ് ഈസ് ടാഞ്ചിബിൾ ഓർ ഫിസിക്കൽ. ഗുഡിൻ്റെ ഒരു പ്രത്യേകത ടാഞ്ചിബിൾ ആണ്, ഫിസിക്കൽ ആണെന്നുള്ളതാണ് അല്ലേ. ബട്ട് സർവീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻടാഞ്ചിബിൾ ആണ് അല്ലെങ്കിൽ നോൺ ഫിസിക്കലാണ്. ഹവർ ദെയർ ഈസ് ഫിസിക്കൽ എവിഡൻസ് ഫോർ ദി സർവീസ് റെൻഡേഡ്. പക്ഷേ എങ്കിൽ പോലും സർവീസ് നൽകുന്നതിന് ഒരു ഫിസിക്കൽ എവിഡൻസ് ഉണ്ട്. നമുക്ക് സർവീസ് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കതിനെ ടാഞ്ചിബിൾ അല്ല, തൊടാൻ പറ്റുകയോ കാണാൻ പറ്റുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രം അല്ലേ. ഗുഡ്സ് ക്യാൻ ബി ക്യാരിഡ് ആൻഡ് സ്റ്റോർഡ്. ഗുഡ്സ് നമുക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്, അത് ക്യാരി ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. ബട്ട് സർവീസസ് കനോട്ട് ബി ക്യാരിഡ് ഹോം. ആ സർവീസിനെ നമുക്ക് ഹോമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓർ സ്റ്റോർ, അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓൺലി ദെയർ എഫക്ട്സ് ക്യാൻ ബി ക്യാരിഡ്. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണം മാത്രമേ, അതുമായിട്ട് അനുഭവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് പോലെ നമുക്കതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അടുത്ത ഡിഫറൻസ് നോക്കാം. ഗുഡ്സ് ആർ ജനറലി നോൺ പെരീഷബിൾ. ഗുഡ്സ് എന്ന് പറയുന്നത് സാധാരണ മിക്കവാറും എല്ലാം തന്നെ നോൺ പെരീഷബിൾ ആണല്ലേ. പച്ചക്കറിയും അതുപോലുള്ള വസ്തുക്കളാണെങ്കിലും കുറച്ച് കാലമെങ്കിലും നമുക്കത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും. വൈൽ സർവീസസ് ആർ പെരീഷബിൾ. സർവീസസ് ഒരിക്കൽ കൊടുക്കാൻ പറ്റാത്ത സർവീസ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടു അല്ലേ. അതുകൊണ്ടത് പെരീഷബിൾ ആണെന്ന് പറയാം. ഗുഡ്സ് ക്യാൻ ബി സ്റ്റാൻഡർഡൈസ്ഡ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റാൻഡർഡൈസ് സർവീസസ്. സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വേണ്ടി ഒരു നിശ്ചിത നിലവാരത്തിലുള്ള ഗുഡ്സുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വെക്കാവുന്നതാണല്ലേ. നിശ്ചിത നിലവാരമുള്ള ഗുഡ്സ് കുറേ ആളുകൾക്ക് വേണ്ടി. പക്ഷേ സർവീസുകൾ മിക്കവാറും സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കില്ല, അത് കസ്റ്റമൈസ്ഡ് ആയിരിക്കും. സർവീസിന് വരുന്ന അവരുടെ ആവശ്യമനുസരിച്ച് ആയിരിക്കും മിക്കവാറും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ആൻഡ് മെഷർ ദ ക്വാളിറ്റി ഓഫ് സർവീസസ്. സർവീസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യുക, മെഷർ ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ബട്ട് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് കൺട്രോൾഡ്. നമുക്ക് സർവീസിൻ്റെ ക്വാളിറ്റി നമുക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. പക്ഷേ ഒരു ഗുഡ്സ് പരിശോധിക്കുന്നത് പോലെ ഇൻസ്പെക്ഷന് വിധേയമാക്കിക്കൊണ്ട് നമുക്കതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ സർവീസസ് ഡെലിവർ കനോട്ട് ബി റീപ്ലേസ്ഡ്. ഒരിക്കൽ കിട്ടിയ സർവീസ് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഗുഡ്സ് ആണെങ്കിൽ അത് മോശമാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഇവിടെ ഒരിക്കൽ കിട്ടിയ സർവീസ് അതേപടി തന്നെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന് പകരം സർവീസോ വാങ്ങിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമുക്ക് സർവീസിൽ തൃപ്തരല്ലെങ്കിൽ ഒന്നുകൂടി അവരോട് തരാൻ വേണ്ടി ആവശ്യപ്പെടാം അല്ലേ. അത് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കിട്ടിയ സർവീസ് അത് കഴിഞ്ഞതാണ് അല്ലേ. ഇനി ഗുഡ്സ് ഹാവ് എ റീസെയിൽ വാല്യൂ. ഗുഡ്സിന് ഒരു റീസെയിൽ വാല്യൂ ഉണ്ട്. ഒരിക്കൽ കിട്ടിയ ഗുഡ്സ് നമുക്ക് വേണമെങ്കിൽ അത് മറ്റാർക്കെങ്കിലും വിൽക്കുകയാണെങ്കിൽ അതിനൊരു റീസെയിൽ വാല്യൂ ഉണ്ട്. ബട്ട് സർവീസ് ഹാവ് നോ റീസെയിൽ വാല്യൂ. നമുക്ക് സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് മറ്റൊരാൾക്ക് നമുക്ക് കിട്ടിയ സർവീസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നോ റീസെയിൽ വാല്യൂ എന്നുള്ളത് പറയാം. ഗുഡ്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ്. ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് ഗുഡ്സ് എന്നുള്ളത് നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാം അല്ലേ. പക്ഷേ വൈൽ സർവീസസ് കനോട്ട്. സർവീസസിൻ്റെ അങ്ങനെയുള്ള ഡിസ്പ്ലേ ഒന്നുമില്ല അല്ലേ. നമ്മളെ സർവീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ ഡിസ്പ്ലേ ഇല്ല എന്നുകൊണ്ട് പറയുക. ഇനി ഗുഡ്സ് ആർ മാനുഫാക്ചർഡ്. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യപ്പെടുകയാണ്. ബട്ട് സർവീസസ് ആർ പെർഫോംഡ്. സർവീസ് അത് പെർഫോം ചെയ്യപ്പെടുകയാണ്, സർവീസ് നൽകപ്പെടുകയാണ്. ഗുഡ്സ് ക്യാൻ ബി പാക്ക്ഡ്. ഗുഡ്സ് നമുക്ക് പാക്ക് ചെയ്യാം. ബട്ട് സർവീസസ് കനോട്ട് ബി പാക്ക്ഡ്. സർവീസ് നമുക്ക് പാക്കറ്റാക്കി മാറ്റാൻ പറ്റില്ല. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സർവീസ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് സർവീസ് ആണല്ലേ. അപ്പോൾ സർവീസിനും പ്രൊഡക്റ്റിനുള്ള പോലെ തന്നെ സർവീസിങ്ങിൻ്റെ അല്ലെങ്കിൽ സർവീസുകളുടെ മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കവേഴ്സ് നോട്ട് ഓൺലി ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ ഗുഡ്സിൻ്റെ മാർക്കറ്റിംഗ് മാത്രമല്ല അവർ കവർ ചെയ്യുന്നത്, ബട്ട് ഓൾസോ ദ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. സർവീസുകളുടെ മാർക്കറ്റിംഗും അതിൻ്റെ ഭാഗമാണ്. സർവീസ് മാർക്കറ്റിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, പ്രൈസിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് ഓഫ് ദി റൈറ്റ് സർവീസ് ഇൻ ദി റൈറ്റ് ടൈം ടു ദി കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഇവിടെ സർവീസ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, പ്രൈസിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് ഓഫ് ദി റൈറ്റ് സർവീസസ്. കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള സർവീസ് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ വില നിശ്ചയിക്കുകയും അതിൻ്റെ പ്രൊമോഷണൽ ആസ്പെക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും അതിനെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ അതിനെ ആളുകളെ ആകർഷിക്കുകയും ആൻഡ് പ്രൊവൈഡിംഗ് ദ റൈറ്റ് സർവീസ്, അങ്ങനെയുള്ള റൈറ്റ് സർവീസുകൾ നൽകുന്നു ഇൻ ദ റൈറ്റ് ടൈം, കൃത്യസമയത്ത് ടു ദി കസ്റ്റമേഴ്സ് വിത്ത് എ വ്യൂ ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്. ആ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യം എന്താണോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സർവീസ് അല്ലേ. ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സർവീസ് പ്രൊവൈഡർ. അങ്ങനെ സർവീസ് നൽകുമ്പോൾ സർവീസ് പ്രൊവൈഡർക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അവർക്ക് നിശ്ചിതമായിട്ടുള്ളൊരു വരുമാനം ലഭിക്കുകയും ചെയ്യണം അല്ലേ. അങ്ങനെ വരുമാനം ലഭിക്കത്തക്ക വിധത്തിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ആവശ്യമായിട്ടുള്ള സർവീസ് കൃത്യസമയത്ത് നൽകുന്ന ആ ഒരു രീതിയാണ്, അതിനെയാണ് നമ്മൾ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുക. ഇനി നമ്മൾ നേച്ചർ ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ആണ് നോക്കുക. സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു നേച്ചർ, സർവീസ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് മാർക്കറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ തിങ്സ് ഓർ ഒബ്ജക്ട്സ്. ഇപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് എന്താണ് വരിക? സർവീസിൻ്റെ മാർക്കറ്റിംഗ് ആണല്ലേ. സർവീസ് നമുക്കറിയാം ഓൾറെഡി അത് ഇൻടാഞ്ചിബിൾ ആണല്ലേ. ഇൻടാഞ്ചിബിൾ തിങ്സ് ഓർ ഒബ്ജക്ട്സ് ആണ് നമ്മൾ സർവീസിൻ്റെ ഗണത്തിൽപ്പെടുത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സർവീസ് മാർക്കറ്റിംഗ്. ഇൻ സർവീസ് മാർക്കറ്റിംഗ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദി കസ്റ്റമേഴ്സ് ടു ഇവാലുവേറ്റ് സർവീസ് ബിഫോർ ബൈയിങ്. ഒരു സർവീസ് ലഭിക്കുന്നതിന് മുമ്പ് ആ സർവീസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. അവരെ വിലയിരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാമെങ്കിൽ പോലും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരണം അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. അടുത്തത്, ഇൻ സർവീസ് മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. സർവീസ് മാർക്കറ്റിങ്ങിൽ സർവീസ് നൽകുന്ന ആ ഒരു പ്രോസസ്സ്, സർവീസ് നൽകുന്ന സമയത്ത് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സർവീസ് നൽകുന്ന ആ ഒരു പ്രക്രിയയിൽ കസ്റ്റമേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുക. ഇനി ഇൻ സർവീസ് മാർക്കറ്റിംഗ് സർവീസ് കനോട്ട് ബി സ്റ്റോർഡ് ഓർ റീസോൾഡ്. സർവീസ് മാർക്കറ്റിങ്ങിൽ സർവീസ് നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ റീസെയിൽസ് അതിൻ്റെ വീണ്ടും വിൽപ്പന നടത്തുകയോ ചെയ്യാൻ സാധിക്കില്ല. സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സർവീസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം കണ്ടു അല്ലേ. അതിനെ നമുക്ക് പിന്നീട് വിൽക്കാനോ തിരിച്ച് വാങ്ങിച്ചിട്ട് പിന്നീട് വിൽക്കാനോ ഒന്നും സാധിക്കില്ല. സ്റ്റാൻഡർഡൈസേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ സർവീസ് മാർക്കറ്റിംഗ്. സർവീസ് മാർക്കറ്റിങ്ങിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസിനേക്കാൾ ഉപരിയായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസാണ്, ഓരോ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സർവീസാണ് നൽകുക. അപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സർവീസ് എല്ലാവർക്കും ഒരേപോലെയുള്ള സർവീസ് നൽകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയപ്പോൾ നമ്മൾ പഠിച്ചതാണല്ലേ. ഇപ്പോൾ നമുക്കിനി സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.